മണിക്കൂറിലേക്ക് ഈ ദൗത്യം കടക്കാൻ പോവുകയാണ്. ആന സാന്നിധ്യം അറിയിച്ചിട്ട് 11 മണിക്കൂർ പിന്നിടുന്ന ഒരു ഘട്ടമാണ്. ഇനി എന്തായിരിക്കാം, ഇനി ഇരുട്ട് വീഴുന്ന സമയത്ത് ദൗത്യം നടക്കുമോ, അതല്ല മറ്റൊരു പ്ലാൻ ദൗത്യ സംഘത്തിനുണ്ടോ, അത് തുടർന്നുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മിഷൻ മാറ്റുമോ, എന്താണെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. കമലുണ്ട്. കമൽ, എന്തായിരിക്കാം പ്ലാൻ? പ്രതീക്ഷ, ഏറ്റവും പുതിയ വിവരം ദൗത്യസംഘം തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ മണ്ണിട്ട് നികത്തിയ ഗ്രൗണ്ട് പോലെയുള്ള ഭാഗത്തേക്ക് അജേഷ് ഡോക്ടറും അതുപോലെ വിഷ്ണുവും ഉൾപ്പെടെയുള്ള ദൗത്യസംഘം ആ മുന്നിൽ പോകുന്ന രണ്ടുപേർ വിഷ്ണുവും ഉൾപ്പെടെയുള്ള ദൗത്യസംഘം ആ മുന്നിൽ പോകുന്ന രണ്ടുപേർ ജാക്കറ്റ് ഇട്ട രണ്ടുപേരാണ് മയക്കുവെടി വെക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അവർ രണ്ടുപേരും ഈ ഭാഗത്ത് നിന്ന് വാഴത്തോപ്പിലേക്ക് കയറുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവർ കുറെ ഇതിന്റെ മറുകരയിലായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും അവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൗത്യം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ദൗത്യത്തിന് അടുത്ത ശ്രമം നടത്താൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവർ ആ വാഴത്തോപ്പിലേക്ക് ഇറങ്ങാൻ ഉള്ള പ്ലാനാണ്. അവരുടെ രണ്ടുപേരുടെയും കയ്യിലാണ് ഈ മയക്കുവെടി വെക്കാനുള്ള തോക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ആ മറുഭാഗത്ത് നിന്ന് ആനയെ ഇങ്ങോട്ട് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വനം വകുപ്പ് ജീവനക്കാരുടെ നേരെ ആന തിരിഞ്ഞ് ഒന്ന് അവരെ പേടിപ്പിച്ചിരുന്നു, ആളുകളെ പുറകിലേക്ക് ഓടിച്ചിരുന്നു. അത് ആന പക്ഷേ പിന്നാലെ ഓടിയൊന്നുമില്ല, അവിടെ തന്നെ നിലയുറപ്പിച്ചു, ആ വാഴത്തോപ്പിൽ തന്നെ നിലയുറപ്പിച്ചു. ആനയെ ഇങ്ങോട്ട് എത്തിക്കാനാണ് ഇപ്പോൾ എന്തായാലും ഈ ദൗത്യ സംഘവും ആ ദിശയിലേക്ക്, ആ വാഴത്തോപ്പിന് സൈഡിൽ കൂടി അങ്ങോട്ട് നീങ്ങുകയാണ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം വാഴത്തോപ്പിലേക്ക് ഇറങ്ങാൻ ഉള്ള തീരുമാനത്തിലാണ് എന്ന് തോന്നുന്നു, പല ദിശയിൽ നിന്നായി. എന്തായാലും മറുവശത്ത് വനം ജീവനക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ആന അങ്ങോട്ട് പോകാതെ, ഈ വാഴത്തോപ്പ് കടന്ന് അങ്ങോട്ട് പോയാൽ, ഉച്ചയ്ക്കൊക്കെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ അവിടെ ടൗണിൽ കോഴിക്കോട് റോഡിന്റെ താഴ്ഭാഗത്ത് കുറേ ഭാഗം മണ്ണിട്ട് നികത്തി അവിടെ ഒരു മണ്ണിട്ട റോഡൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്കൊക്കെ ഉച്ചയ്ക്ക് ആന കയറിയിരുന്നു. ഉച്ചയ്ക്കല്ല, മുൻപുള്ള സമയത്ത് ആന പോകാതിരിക്കാൻ. ശരി, കമൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവർക്ക് പുതിയ പ്ലാൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആനയെ ആ സമതലത്തിലേക്ക് തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ആയിരിക്കാം. അത് കുറച്ചുകൂടി അടുത്തേക്കെത്തി വെടിവെക്കാനുള്ള ശ്രമമാണോ, എന്താണ് അടുത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത് കമൽ? പ്രജീഷ് പറഞ്ഞതുപോലെ ആ സമതലത്തിലേക്ക് ആനയെ എത്തിക്കാൻ തന്നെയാണ്, അത് തന്നെയായിരുന്നു ആദ്യം മുതൽ അവരുടെ പ്ലാൻ. മയക്കുവെടി വെച്ച് വെക്കുമ്പോൾ അതിന് തൊട്ടടുത്ത് നിന്ന് മയക്കുവെടി വെച്ച് ഇങ്ങോട്ട് കയറ്റാനായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ എത്തിച്ച് മയക്കുവെടി വെക്കാനായിരുന്നു ശ്രമം. ഇവിടെ നിന്നാണ് ലോറിയിൽ കയറ്റാനും കുങ്കിയാനകളെ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് ഈ കുങ്കിയാനകളെ ഈ വാഴത്തോപ്പിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ ചതുപ്പിലൊക്കെ ഇറങ്ങിയ ഓപ്പറേഷൻ നടത്തുക അത്ര എളുപ്പമാവില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ണിട്ട് നികത്തി ഗ്രൗണ്ട് പോലെയുള്ള പ്രദേശത്തേക്ക് ആനയെ എത്തിക്കാൻ തന്നെയാണ് അവർ നേരത്തെ മുതൽ ശ്രമിക്കുന്നത്. അതുതന്നെയായിരുന്നു പ്ലാൻ. ഇപ്പോഴും ആ ശ്രമം തന്നെയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഈ ദൗത്യസംഘം മറുകരയിലേക്ക് പോയപ്പോൾ മാത്രമാണ് നമ്മൾ മറ്റൊരു പ്ലാൻ ഉണ്ടോ എന്താണെന്ന് മനസ്സിലാകാതിരുന്നത്. പക്ഷെ അവർ തിരിച്ചെത്തിയിരിക്കുന്നു. ആനയെ ഇങ്ങോട്ട് എത്തിക്കാൻ തന്നെ ശ്രമിക്കുന്നു. മറുവശത്ത് നിന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നില്ല. നേരത്തെ പ്രജീഷ് ചോദിച്ചതുപോലെ അത് പാനിക്കാകാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇവർ ദൗത്യസംഘം ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു. ആനയെ ഇങ്ങോട്ട് എത്തിക്കാൻ, ആനയുടെ ദിശയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ആനയെ ഇങ്ങോട്ട് എത്തിക്കാൻ പാലകർ പോകുന്നുണ്ട്.